ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ വിവാദം. ഗുരുതര വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ മറുപടി. ഓണക്കാലത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചതിനു ശേഷമാണ് ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കിയത്. സംഭവം ഗുരുതര വീഴ്ച എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്ന കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദ്വാരപാലക ശില്പത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് അറ്റകുറ്റപ്പണിക്കായി മാറ്റിയത് എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം. ഇതിന് ബോർഡും ക്ഷേത്രതന്ത്രിയും അനുമതി നൽകിയിരുന്നു. തിരുവാഭരണം കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പോലീസ്, വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. വാർത്തകൾക്ക് പിന്നിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘടിത ഗൂഢശ്രമമാണെന്നും ദേവസ്വം ബോർഡ് ആരോപിച്ചു. 24 തിരുവനന്തപുരം.